TIM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുമിയ. പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ B.Ed പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഈ വർഷവും കോളേജിന് മികച്ച റിസൾട്ട്. TIM ട്രെയിനിംഗ് കോളേജിൽ നാദാപുരം ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു ദിനം. കോളേജ് NSS യൂണിറ്റ്, ക്യാമ്പസ് ഓഫ് കോഴിക്കോട് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി. വിവിധ സ്കൂളുകളിലായി നടന്ന രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് അവസാനിച്ചു. വിദ്യാർത്ഥികളിലെ അധ്യാപന മികവ് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു പരിശീലന കാലം. TIM ട്രെയിനിംഗ് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷം. കോളേജിലെ ഈ വർഷത്തെ ക്രിസ്തുമസ് വിവിധ ഇനം പരിപാടികളോടുകൂടി ആഘോഷിച്ചു. 2022-24 വർഷത്തെ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് പാപ്പാത്തുടി. ജനുവരി 1-ാം തീയതി ആരംഭിച്ച ക്യാമ്പ് 4 ദിവസങ്ങളിലായി TIM ക്യാമ്പസിൽ നടന്നു. ഒളിമ്പിയ സ്പോർട്സ് മീറ്റ് പ്രശസ്ത ഫുട്ബോൾ താരം ഗനി അഹമ്മദ് നീക്കം ഉദ്ഘാടനം ചെയ്തു. കായിക മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ വാശിയേറിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിച്ചു. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കായി തയ്യാറായി സീനിയർ വിദ്യാർത്ഥികൾ. 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രായോഗിക പരീക്ഷ. TIM ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ നദീർ ചാത്തോത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും TIM വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനം. സോഷ്യൽ സയൻസ് വിഭാഗം ആതിര വിജയൻ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ഒന്നാമതെത്തി. NSS യൂണിറ്റിന്റെയും ക്യാമ്പസ് ഓഫ് കോഴിക്കോടിന്റെയും നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് കഡിൽ എ ഫെസ്റ്റീവ് യൂണിയൻ വിത്ത് ബഡ്സ് ശ്രദ്ധേയമായി. നാദാപുരം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം TIM ട്രെയിനിംഗ് കോളേജിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും വിവിധ ഇനം പരിപാടികൾ അരങ്ങേറി. ബാച്ചിലെ 3-ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് വിവിധ സ്കൂളുകളിൽ നടന്നു. അധ്യാപനത്തിന്റെ പ്രായോഗിക തലത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പായ ഈ 4 മാസ കാലയളവ് അധ്യാപക വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തലമായി മാറുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിച്ച് TIM ട്രെയിനിംഗ് കോളേജ് മേരി മെസ് മാസ് എന്ന പേരിൽ കരോളിന്റെയും സാന്റാക്ലോസിന്റെയും അകമ്പടിയോടെ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം TIM സെക്രട്ടറി VC ഇക്ബാൽ നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികളും ഗെയിമുകളും അരങ്ങേറി. ഈ വർഷത്തെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് പാപ്പാത്തുടി വ്യത്യസ്തകളോടുകൂടി ശ്രദ്ധേയമായി. 2ാം വർഷ വിദ്യാർത്ഥികളുടെ സിലബസിന്റെ ഭാഗമായി നടന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി നിർവഹിച്ചു. 4 ദിവസങ്ങളിലായി TIM ക്യാമ്പസിൽ നടന്ന ക്യാമ്പിൽ വേറിട്ട സെഷനുകളും പരിപാടികളും അരങ്ങേറി. ഒളിമ്പിയ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടന കർമ്മം പ്രശസ്ത ഫുട്ബോൾ താരം ഗനി അബ്ദുൽ നീക്കം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ച പരിപാടി നിരവധി കായിക ഇനങ്ങളുടെ വാശിയേറിയ മത്സരങ്ങളിലൂടെ ആവേശം നിറച്ചു. മത്സരത്തിൽ ടീം ടൈറ്റൻസ് ചാമ്പ്യന്മാരായി. വിസ്മയ CO, അക്ഷയ് രാജ് എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഫൈൻ ആർട്സ് ഉദ്ഘാടനം അഗോര ലോക്സഭാ അംഗം ഷാഫി പറമ്പിൽ നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് മാഗസിൻ തീം നേരം ലോഞ്ച് ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറായി സീനിയർ വിദ്യാർത്ഥികൾ. 2023-25 ബാച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രായോഗിക പരീക്ഷ. TIM ട്രെയിനിംഗ് കോളേജിലെ NSS വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ കൃഷിക്ക് തുടക്കം കുറിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ നദീർ ചാത്തോത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിവിധ ഇനം പച്ചക്കറികൾ, വാഴ മുതലായവയുടെ കൃഷിക്കാണ് ആരംഭം കുറിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.